എം.വി. ഗോവിന്ദന് പെൻഷൻ തുക കൈമാറിയതിൽ ട്വിസ്റ്റ്. പണം കൈമാറിയത് നേതാക്കൾ പറഞ്ഞിട്ടെന്ന് ബാലുശ്ശേരി സ്വദേശി മൊയ്തി. എം.വി. ഗോവിന്ദന് പണം നൽകിയാൽ തിരിച്ചു തരുമെന്ന് പറഞ്ഞിരുന്നു. പണം നൽകുന്ന ദൃശ്യങ്ങളൊക്കെ വൈറലായിരുന്നു. ഒരു കാര്യം മാസം വാങ്ങിയായിട്ട് കൂട്ടിക്കോട്ടോ. ഓരോരോ നേതാക്കന്മാരെ എത്തിയെത്തു, പിണറായിന്റെ എത്തിയെത്തും, വേറെ എല്ലാവരും എത്തിയെത്തും. പെൻഷൻ കിട്ടിയിട്ട് മുപ്പരെത്തിയെത്തുന്ന ഫോട്ടോ എടുക്കുന്നില്ല, അങ്ങനെ ഒന്ന് കളിക്കുന്നില്ലേ? അതേമാതിരി ഞാൻ സ്റ്റേജിന്മ കയറിയിട്ട് കളിച്ച മുപ്പരെത്തിയെത്തുന്നു. ഞാൻ വേറെയുള്ള നേതാക്കന്മാരെല്ലാം കൂടി പറഞ്ഞ് അയാളെ എതിർത്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാം തിരിച്ചു തരുമെന്ന്. ഞാൻ അങ്ങനെ കൊടുത്ത് തിരിച്ചു തരികയും ചെയ്തു. നിങ്ങൾ എന്നെ കീസയിലിടിയെന്നും പറഞ്ഞു, കീസയിൽ വെച്ചിട്ടൊന്നും പറഞ്ഞു, എൻ്റെ കീസയിലിട്ട് തന്നു. കഴിഞ്ഞ മാസം 9-ാം തീയതി വടക്കൻ മുന്നേറ്റ ജാഥയുടെ ഭാഗമായിട്ട് ബാലുശ്ശേരി മണ്ഡലത്തിലെത്തിയ എം.വി. ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കൾ സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് ഈ പാവം മനുഷ്യൻ അവിടേക്ക് കയറുന്നു. അതിനുശേഷം ഈ പറയുന്ന തൻ്റെ കയ്യിലുണ്ടായിരുന്ന 2000 രൂപ സംഭാവനയായിട്ട് നൽകുന്നു. ആ സമയത്ത് എം.വി. ഗോവിന്ദൻ പറയുകയാണ്, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, തങ്ങളുടെ തന്നെ പോക്കറ്റിൽ വെച്ചേക്കെന്ന് പറയുന്നു. തിരികെ കൊടുക്കുന്നു ആ പണം പോക്കറ്റിലിട്ട്. പിന്നീട് അദ്ദേഹം പറയുകയാണ്, ഇനിയും ഈ പറയുന്ന LDF തന്നെ തുടർ വർഷങ്ങളിലും അല്ലെങ്കിൽ തുടർ ഭരണത്തിലും വരട്ടെ എന്ന് പറയുന്നു, ആശംസിക്കുന്നു. ഇങ്ങനെയാണ് ആ വീഡിയോ പോയിരുന്നതെന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ മറ്റൊരു വശമാണ് മുന്നോട്ട് വരുന്നതെന്ന് പറയുന്നത്. അതായത് ഈ ഒരു വ്യക്തി തന്നെ പറയുവാണ്, ഇത് നേരത്തെ തന്നെ കരുതിക്കൂട്ടി അല്ലെങ്കിൽ മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു പ്രീ പ്ലാൻഡ് നാടകം പോലെ തയ്യാറാക്കിയ ഒരു സംഭവമാണ്, ഒരു സ്ക്രിപ്റ്റഡ് സംഭവമായിരുന്നു. ഇതുപോലെ തന്നെ തൻ്റെ കയ്യിലിരിക്കുന്ന പൈസ കൊടുക്കണമെന്നും ആ സമയത്ത് അദ്ദേഹം ആ പൈസ തിരികെ തരുമെന്നും അവർ തന്നെ പറഞ്ഞിരുന്നു എന്ന് ആ പാവ മനുഷ്യൻ, സാധു മനുഷ്യൻ വന്ന് പറയുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് ഇതൊരു നാടകമായിരുന്നെങ്കിൽ, നേരത്തെ പറഞ്ഞ പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യമാണെങ്കിൽ അത്യാവശ്യം കുറച്ച് ഈ പറയുന്ന ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ മാറ്റി പറയാത്ത, അല്ലെങ്കിൽ കുറച്ച് ഈ പറയുന്ന എന്തു പറയുന്നത് കുറച്ച് കള്ളത്തരവും കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള നിഷ്കളങ്കതയില്ലാത്ത ഏതെങ്കിലും ഒരു മനുഷ്യനെ ആയിരിക്കണമായിരുന്നു ഇതിനു വേണ്ടി തട്ടിക്കൂട്ടേണ്ടത്. ഇതുപോലത്തെ നിഷ്കളങ്കനായിട്ടുള്ള മനുഷ്യരെയൊക്കെ പിടിച്ച് ഇതിനെ നിർത്തി കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ വന്ന് ചോദിക്കും. പ്രത്യേകിച്ച് ഇപ്പം എന്ന് പറയുന്നത് രാഷ്ട്രീയ കളിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കൂട്ടർ എന്താണോ ചെയ്യുന്നത് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നതിന് നന്മയാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും അതിനെ കീറി കൃത്യമായിട്ട് കാണിക്കാൻ വേണ്ടിയായിരിക്കും ഇപ്പുറത്തെ കൂട്ടർ നടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുമ്പോഴും അതിൽ സത്യസന്ധത വരിക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. സത്യസന്ധത ഇല്ലെങ്കിൽ ചിലപ്പോൾ നാറേണ്ടി വരും.